ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നേരെ എക്സോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ കല്യാണം ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ എക്സോട്ടിലോട്ട് ചെന്നപ്പോഴത്തേനും കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എന്നെ തന്നെ ആദ്യം വിളിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് നമ്മൾ ഡീറ്റംപ്ലസ് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേനും എൻ്റെ പിരികവും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചീൻ്റെ ത്രെഡും കൂടെ ചെയ്യണമെന്നും പറഞ്ഞപ്പോഴത്തേനും ആളില്ല, സോറി എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് തുടങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത് എനിക്ക് കുറച്ചായിട്ട് കണ്ണ് നീറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ സുന്ദരി കുട്ടിപ്പയായിട്ട് വന്നു. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് പോകാട്ടോ. ഓക്കെ, അപ്പം ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു, കഴിയാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താഴെ പോയില്ല. ഞാൻ അവിടെ തന്നെ അവൻ്റെ കൂടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാത്ത വിഷമം എപ്പോഴും ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കേട്ടോ ചെയ്തത്. അങ്ങനെ സുന്ദര കുട്ടപ്പനൊക്കെ ആയി ഞങ്ങൾ നേരെ ബീറ്റ് ബോക്സിലോട്ട് വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, 12 മണിയാണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ കയറുന്നതിന് മുന്നേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. വയറ് കഴിഞ്ഞിട്ട് അനങ്ങാൻ വന്നിയായിരുന്നു. പക്ഷെ എന്നാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ലൈം ടീ ഒക്കെ വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ തന്നെ ഒരു വണ്ടിയിൽ ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെ കുറേ നേരം നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ആനേനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഓക്കെ, ബായ്.